എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വെജ് മോമോസിൻ്റെ റെസിപ്പിയാണ്. മോമോസ് എന്ന് പറഞ്ഞാൽ ആവിയിൽ വേവിച്ചെടുക്കുന്നൊരു പലഹാരമാണ്. സാധാരണ നമ്മൾ മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്തൊരു പലഹാരമാണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുക, അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മോമോസിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു മാവ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദ 250 ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ മൈദയിലാണ് മോമോസ് ചെയ്യാറ്. അതിൻ്റെ കൂടെ ഒരു 3-4 ടേബിൾ സ്പൂണോളം ആട്ട കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. സാധാരണ വെറും മൈദയിലാണ് ചെയ്യാറ്. പക്ഷേ ഈ ആട്ട ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റും. മോമോസ് ഉണ്ടാക്കുന്ന സമയത്ത് ഏത് ഷേപ്പിലാണോ നമ്മൾ ഉണ്ടാക്കുന്നത് അത് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ആട്ട കൂടി ചേർത്തത്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഓയിലാണ്. ഒരു ടീസ്പൂണോളം ഓയിൽ കൂടി ചേർത്തിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ചെറു ചൂടുവെള്ളത്തിലാണ് കുഴയ്ക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഫില്ലിങ് തയ്യാറാക്കാം. അപ്പം നമ്മൾ വെജ് മോമോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ക്യാബേജ് അരിഞ്ഞത്, അതുപോലെ തന്നെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത്രയാണ് നമ്മൾ ഫില്ലിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് വല്ലാതെ മൂക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള വല്ലാതെ ഫ്രൈ ആയിട്ട് വരേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് ആവിയിൽ വേവിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. സവാള ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ്, ക്യാബേജ് ഇത് രണ്ടും ചെറുതായിട്ട് അരിഞ്ഞതാണ്. കാരണം ചെറുതായിട്ട് തന്നെ അരിയണം, കാരണം നമ്മൾ ഫില്ലിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് പോവും. അപ്പോൾ എത്ര നിങ്ങൾക്ക് ചെറുതായിട്ട് അരിയാൻ പറ്റുമോ ആ രീതിയിൽ നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. വല്ലാതെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളതിലേക്ക് കുറച്ച് സോയ സോസ് ചേർക്കാൻ പോവാണ്. ഒരു 1-2 ടീസ്പൂണോളം സോയ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. വല്ലാണ്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മോമോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് കുറച്ച് പൊടി കൂടി നമുക്ക് എക്സ്ട്രാ ചേർക്കാം. എന്നിട്ട് ചെറിയ വട്ടത്തിൽ കനം കുറച്ച് പരത്തിയെടുക്കണം. വല്ലാതെ പരത്തരുത്, ചെറിയ വട്ടത്തിൽ ആക്കാൻ പാടുള്ളൂ. അപ്പോഴേ നമുക്കത് ഫില്ല് ചെയ്തിട്ട് ഷേപ്പാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഫില്ലിങ് ഇതിലേക്ക് വെക്കാം. നമ്മൾ നേരത്തെ വേവിച്ച ക്യാബേജും ക്യാരറ്റൊക്കെയാണ്. അത് നമ്മളിതിലേക്ക് കുറച്ച് വെച്ച് കൊടുത്താൽ മതി, കാരണം കൂടുതൽ വെച്ചാൽ ഇത് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് രണ്ടായി മടക്കിയ ശേഷം അടിഭാഗം ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നീട് ഞൊറിയായിട്ട് നമ്മളിങ്ങനെ മടക്കി അടി വരെ, ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരെ ഇതേപോലെ ഞൊറിയായിട്ട് എടുക്കണം. എന്നിട്ട് ലാസ്റ്റും നമ്മൾ നേരത്തെ ഫസ്റ്റ് ചെയ്ത പോലെ അറ്റം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ താഴത്ത് വെച്ചിട്ട് ഒരു പ്ലേറ്റിലോ എന്തിലേലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കണം. അപ്പോൾ ഇതേപോലെ നല്ല ഭംഗിയിൽ നമുക്ക് മോമോസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും നല്ലൊരു ഞൊറിയായിട്ടുള്ള ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ഷേപ്പാണ്. ഇനി നമുക്ക് വേറൊരു ഷേപ്പും കൂടി കാണാം. അപ്പോൾ ഇത് ചെയ്യുന്നത് ഞാനല്ല, ഇതെൻ്റെ നീസാണ് ചെയ്യുന്നത്. അപ്പോൾ അവളുണ്ടാക്കുന്നൊരു ഷേപ്പാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതേപോലെ നമ്മൾ മാവ് പരത്തിയെടുത്ത ശേഷം ഫില്ലിങ് വെച്ച ശേഷം 2 സൈഡും ഇതേപോലെ ഒട്ടിച്ചെടുക്കണം. പിന്നീട് ബാക്കിയുള്ള ഭാഗം ഇതേപോലൊരു ത്രികോണ രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. 3 സൈഡും ഫില്ലിങ് പോവാത്ത രീതിയിൽ പരസ്പരം ഒട്ടിച്ചു കൊടുക്കുക. ഇതിൽ വെള്ളം ചേർത്ത് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കൈ വെച്ച് പ്രസ് ചെയ്താൽ തന്നെ മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടി കിട്ടും. അപ്പോൾ നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഷേപ്പ് നമുക്ക് പല രീതിയിലും പല ഷേപ്പിലും ഉണ്ടാക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഏതാ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത് ആ രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് 2 ഷേപ്പ് കാണിച്ചു എന്നേ ഉള്ളൂ.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മളിപ്പോൾ മോമോസൊക്കെ നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പല ഷേപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇനി നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഇഡ്ഡലി പാത്രത്തിലാണ് വേവിക്കുന്നത്. വെള്ളം വെച്ച് അത് ചൂടായ ശേഷം നമ്മൾ തട്ട് വെച്ചിട്ട് തട്ടിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കണം. കാരണം ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച മോമോസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മളുടെ മോമോസ് നന്നായിട്ട് വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ചട്നി കൂടി റെഡിയാക്കുന്നുണ്ട്. ആ ചട്നി കൂട്ടിയിട്ടാണ് ഇത് കഴിക്കുക. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ചട്നിക്ക് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു. അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ചുവന്ന മുളക്. ഞാനിപ്പോൾ ചുവന്ന മുളക് ആ വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ അതിലേക്ക് നമ്മൾ 2 തക്കാളി നമ്മൾ മുഴുവനായിട്ടാണ് ചേർക്കുന്നത്. തക്കാളി ചേർക്കുമ്പോൾ നമ്മൾ ഇതേപോലെ അടിഭാഗത്ത് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. തക്കാളി നമ്മൾ തൊലി കളഞ്ഞിട്ടാണ് ചട്നിയാക്കാൻ പോകുന്നത്. അപ്പോൾ തൊലി പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ വരച്ചെടുക്കുന്നത്. അപ്പോൾ തക്കാളി ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് നമ്മൾ ഇതേപോലെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തൊലി അടർന്നു പോകുന്ന രീതിയിൽ നമുക്ക് കിട്ടും. എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുളക് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ്. അത് കഴിഞ്ഞ് തക്കാളി നമ്മൾ എടുത്ത ശേഷം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അരിഞ്ഞിട്ടാണ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർക്കുന്നത്. തക്കാളി നമ്മൾ ചേർത്ത ശേഷം പിന്നീട് നമ്മൾ ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ വേവിക്കുന്ന സമയത്തും ചേർക്കാം, അല്ലെങ്കിൽ ഇതേപോലെ പച്ചയ്ക്കും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ പച്ചയ്ക്കാണ് ചേർത്തത്. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് സവാളയാണ്. വളരെ കുറച്ച് മതി, ഒരു ചെറിയ സവാളയുടെ പകുതി മതി. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് പഞ്ചസാര, അതുപോലെ തന്നെ കുറച്ച് വിനീഗർ, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതാണ് നമ്മളുടെ മോമോസിലേക്കുള്ള ചട്നി. അങ്ങനെ നമ്മളുടെ ഈ 2 റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. താങ്ക്